റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വീണ്ടും വിവാദ പരാമർശവുമായി ബംഗ്ലാദേശ് ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസ് സർക്കാരിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് വിവാദ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശ് കൈവശപ്പെടുത്തണമെന്നായിരുന്നു വിരമിച്ച മേജർ ജനറൽ ഹസ്ലൂർ റഹ്മാന്റെ വിവാദ പരാമർശം. ഇതിനായി ചൈനയുടെ സഹായം ആവശ്യപ്പെടണമെന്നും റഹ്മാൻ പറഞ്ഞു. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം ഇന്ത്യയുമായി ബംഗ്ലാദേശ് കൂടുതൽ അകലുകയാണ്. ഇതിനിടെയാണ് ഈ പരാമർശം ഉണ്ടാകുന്നത്. നേരത്തെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനിസും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശം വിവാദമായിരുന്നു. ഇന്ത്യയുടെ 7 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ കരയാൽ മാത്രം ചുറ്റപ്പെട്ടതാണെന്നും കടൽ സുരക്ഷയിൽ ബംഗ്ലാദേശ് നിർണായകമാണെന്നും ചൈന ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തണമെന്നുമായിരുന്നു യൂനിസ് എന്ന് പറഞ്ഞത്. ഈ പരാമർശത്തോട് ഇന്ത്യ കനത്ത രീതിയിലാണ് പ്രതികരിച്ചത്. ബംഗ്ലാദേശിന് അനുവദിച്ചിരുന്ന ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യം ഇന്ത്യ റദ്ദാക്കുകയാണ് ചെയ്തത്. മറ്റ് രാജ്യങ്ങളിലേക്ക് ചരക്ക് കയറ്റി അയക്കാൻ ബംഗ്ലാദേശിന് വേണ്ടി ഇന്ത്യൻ തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവ തുറന്നുകൊടുത്തിരുന്നു. ഇതാണ് റദ്ദാക്കിയത്. ബ്രിട്ടീഷ് രാജകുടുംബവുമായി അനുരഞ്ജനം ആഗ്രഹിക്കുന്നുവെന്ന് ഹാരി രാജകുമാരൻ. തന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കേസിൽ പരാജയപ്പെട്ടതിൽ അതിയായ വേദന തോന്നിയെന്നും ഹാരി പറഞ്ഞു. പിതാവ് ചാൾസ് മൂന്നാമൻ സുരക്ഷാ കാരണങ്ങളാൽ തന്നോട് സംസാരിക്കാറില്ല എന്നും അദ്ദേഹത്തിന് ഇനി എത്ര കാലം ബാക്കിയുണ്ടെന്നും അറിയില്ല എന്നും കുടുംബവുമായി അനുരഞ്ജനത്തിന് താല്പര്യമുണ്ട് എന്നും ഹാരി പറഞ്ഞു. 2018 ഹാരി രാജകുമാരനും മേഗൻ മാർക്കിളും വിവാഹിതരായത്. 2020 ജനുവരിയിൽ തങ്ങൾ കൊട്ടാരം വിടുകയാണെന്ന് ഇരുവരും പ്രഖ്യാപിച്ചു. രാജകൊട്ടാരവും അവേർബിരലിന്റെ ഔദ്യോഗികമായി അംഗീകരിച്ചു. തന്റെ പിതാവും സഹോദരനും രാജകീയ ജീവിതത്തിന്റെ ഭ്രമത്തിൽ അടിമപ്പെട്ടെന്നും അവർക്ക് സ്വകാര്യ ജീവിതം നഷ്ടമായെന്നുമാണ് ഹാരി അന്ന് പറഞ്ഞത്. താൻ കൊട്ടാരം വിടുന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നീ എഴുതുമ്പോൾ ഇതെല്ലാം പുസ്തകത്തിൽ ഉൾപ്പെടുത്തുമോ എന്ന ആശങ്കയാണ് പിതാവ് പങ്കുവച്ചതെന്നും മേഗൻ തന്റെ കുഞ്ഞിന് ജന്മം നൽകുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്തവണ്ണം അന്ധമാണ് കൊട്ടാരത്തിലുള്ളവരെന്നും ഹാരി നേരത്തെ പറഞ്ഞിരുന്നു. അതേസമയം കുടുംബവുമായുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ഇപ്പോൾ ആഗ്രഹമുണ്ട് എന്നും വളരെ വിലപ്പെട്ടതാണ് ഈ ജീവിതമെന്നും അനുരഞ്ജനം വേണമെന്നാണ് എന്റെ ആഗ്രഹമെന്നും ഹാരി ഇപ്പോൾ പറയുന്നു. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സ്ഥാനത്ത് നിന്ന് മൈക്ക് വാട്സിനെ നീക്കി പകരം മാർക്കോ റൂബിയെ നിയമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പകരം വാട്സിനെ ഐക്യരാഷ്ട്രസഭയുടെ അംബാസഡറായി നാമനിർദ്ദേശം ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വാട്സൺ രാജിവെക്കാൻ ഒരുങ്ങിയാണെന്ന അഭ്യൂഹങ്ങൾക്ക് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം. യമനിൽ സൈനിക ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത ഗ്രൂപ്പ് ചാറ്റ് ചോർന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് പിന്നാലെ വാട്സ് രാജിവെക്കാൻ ഒരുങ്ങുന്നെന്ന സൂചനകളുണ്ടായിരുന്നു. മാർക്കോ റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറിയായും ഇടക്കാല ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായും പ്രവർത്തിക്കുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയിച്ചത്. റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപിന്റെ രണ്ടാം ഭരണത്തിൽ രാജിവെക്കുന്ന ആദ്യത്തെ ഉദ്യോഗസ്ഥനാണ് വാട്സ്. യമനിലെ വിമത വിഭാഗമായ ഹ്യൂതികൾക്കെതിരെയുള്ള അമേരിക്കയുടെ സൈനിക നടപടികൾ മാധ്യമപ്രവർത്തകന് സമൂഹ മാധ്യമ കൂട്ടായ്മയിലൂടെ ചോർന്നു കിട്ടിയത് വലിയ വിവാദമായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉടലെടുത്ത ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഐക്യരാഷ്ട്രസഭ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെരീഫുമായും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഫോണിൽ സംസാരിച്ചു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് എസ് ജയശങ്കർ UN സെക്രട്ടറി ജനറലിനെ അറിയിച്ചു. എല്ലാത്തരം ഭീകരതയും പാകിസ്ഥാൻ അപലപിക്കുന്നുവെന്നായിരുന്നു ഷഹബാസ് ഷെരീഫിന്റെ പ്രതികരണം. ഇന്ത്യ വെല്ലുവിളിച്ചാൽ നേരിടുന്ന കാര്യവും ഷഹബാസ് ഷെരീഫ് UN സെക്രട്ടറി ജനറലുമായുള്ള ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതികരിച്ച പാക് മുൻ പ്രധാനമന്ത്രിയും PTI നേതാവുമായി ഇമ്രാൻഖാനും രംഗത്തെത്തി. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒറ്റക്കെട്ടാണെന്ന് ഇമ്രാൻഖാൻ പ്രതികരിച്ചു. അതേസമയം പഹൽഗാമിൽ എങ്ങനെ തിരിച്ചടി നൽകണമെന്നതടക്കം സൈന്യത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഏത് സമയത്ത് ഏത് തരത്തിലുള്ള തിരിച്ചടി നടത്തണമെന്ന് സൈന്യത്തിന് തീരുമാനിക്കാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ നടപടികൾ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികളും ഇന്ത്യ നിരോധിച്ചു. ദേശീയ സുരക്ഷയുടെയും പൊതുനയത്തിന്റെയും താൽപര്യങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനമെന്ന് സർക്കാർ വ്യക്തമാക്കി. പാകിസ്ഥാനിൽ നിർമ്മിക്കുന്നതോ അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നതായ എല്ലാ വസ്തുക്കളുടെയും ഇറക്കുമതി ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ നിരോധിക്കുകയാണെന്ന് വാണിജ്യ മന്ത്രാലയം പുറത്താക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഓയിൽ സീഡുകൾ, പഴങ്ങൾ, ഔഷധോൽപ്പന്നങ്ങൾ എന്നിവയാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്നത്. 2019 പുൽവാമ ആക്രമണത്തിന് ശേഷവും പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ 200% തീരുവ ചുമത്തിയോടെ ഇറക്കുമതി കുറഞ്ഞിരുന്നു. 2 വർഷം മുമ്പ് പിൻവലിച്ച 2000 രൂപ നോട്ടുകൾ ഇപ്പോഴും പ്രചാരത്തിലുണ്ട് എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞു. 6266 കോടി രൂപ മൂല്യമുള്ള 2000 രൂപയുടെ നോട്ടുകളാണ് പ്രചാരത്തിലുള്ളതെന്ന് RBIയുടെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2023 മെയ് 19 2000 രൂപ നോട്ടുകൾ പിൻവലിക്കുന്നതായി RBI പ്രഖ്യാപിച്ചത്. 2023 നോട്ട് പിൻവലിക്കുമ്പോൾ 3.56 ലക്ഷം കോടി രൂപ മൂല്യമുള്ള 2000 രൂപ നോട്ടുകൾ പ്രചാരത്തിലുണ്ടായിരുന്നു. 2025 ഏപ്രിൽ 30 കണക്കനുസരിച്ച് അത് 6266 കോടി രൂപയായി കുറഞ്ഞുവെന്ന് RBI റിപ്പോർട്ടിൽ പറയുന്നു. 2000 രൂപ നോട്ടുകളുടെ 98.24% തിരിച്ചെത്തിയതായെന്നാണ് RBI വ്യക്തമാക്കുന്നത്. 2000 രൂപ നോട്ടുകൾ നിക്ഷേപിക്കാനോ മാറ്റിവാങ്ങാനോ ഉള്ള സൗകര്യം 2023 ഒക്ടോബർ വരെ എല്ലാ ബാങ്ക് ശാഖകളിലും ലഭ്യമായിരുന്നു. റിസർവ് ബാങ്കിന്റെ 19 ഇഷ്യൂ ഓഫീസുകളിൽ ഇപ്പോഴും ഈ സൗകര്യം ലഭ്യമാണ്. വിഴിഞ്ഞം രാജ്യാന്തര സീപോർട്ട് ടെർമിനൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ, MPമാർ തുടങ്ങിയവർ സന്നിഹിതരായ വേദിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. അപാരമായ സാധ്യതകളുള്ള വിശാലമായ സമുദ്രത്തിനും പ്രകൃതി ഭംഗി ഒഴുകുന്ന സ്ഥലങ്ങൾക്കും ഇടയിൽ വിഴിഞ്ഞം ഡീപ് വാട്ടർ സീപോർട്ട് നിലനിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ അഭിനന്ദിക്കുകയാണെന്നും പ്രധാനമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു.
ഇതുവരെ ഇന്ത്യയുടെ 70% ട്രാൻസ്ഷിപ്മെന്റ് മറ്റു തുറമുഖങ്ങളിലായിരുന്നു നടന്നത്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്തിന്റെ പണം രാജ്യത്തിന് തന്നെ ലഭിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മൾ ഇത് നേടിയെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് കേരളത്തിന്റെ അഭിമാനകരമായ നിമിഷമാണെന്നും വ്യക്തമാക്കി. ലോകത്തെ ശ്രദ്ധിക്കപ്പെടുന്ന തുറമുഖമായി വിഴിഞ്ഞം മാറുമെന്നും നിർമ്മാണം പൂർത്തിയാക്കാൻ സഹകരിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. മൊത്തം ചിലവാകുന്ന 8,686 കോടിയിൽ 5,370 കോടി കേരളം മുടക്കുമ്പോൾ ബാക്കി 2,497 കോടി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡാണ് മുടക്കുന്നത്. 818 കോടിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ടാണ് കേന്ദ്രം നൽകുന്നത്. ഈ തുറമുഖത്തോടെ 220 ദശലക്ഷം രാഷ്ട്രനഷ്ടം വലിയ അളവിൽ പരിഹരിക്കാൻ കേരളത്തിന് കഴിയുന്നത് കേരളീയർക്കാകെ അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കായിക വിശേഷങ്ങൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ജേതാക്കളായി ലിവർപൂൾ ആൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോട്ടൻഹാം ഹോട്ട്സ്പറിനെ 1-നെതിരെ 5 ഗോളുകൾക്ക് തോൽപ്പിച്ചതോടെയാണ് കിരീടം ഉറപ്പിച്ചത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ലിവർപൂളിന്റെ 20ാം കിരീടമാണ് ഇത്. സീസണിൽ 4 മത്സരങ്ങൾ ശേഷിക്കെയാണ് കിരീടം നേടാൻ ആവശ്യമായ പോയിന്റ് ലിവർപൂൾ സ്വന്തമാക്കുന്നത്. 34 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 82 പോയിന്റാണ് ലിവർപൂളിനുള്ളത്. 34 മത്സരങ്ങളിൽ നിന്ന് 67 പോയിന്റുള്ള ആഴ്സണലിനേക്കാൾ 15 പോയിന്റാണ് കൂടുതലുള്ളത്. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് ഐനാടൻ.